എല്ലാവർക്കും നമസ്കാരം. 2026 ഫെബ്രുവരി മാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ഈ ആഴ്ചയിലെ നക്ഷത്രഫലങ്ങളിലേക്ക് സ്വാഗതം. ഈ ദിവസങ്ങളിൽ ഗ്രഹങ്ങൾ എങ്ങനെയാണ് നമ്മളെ ഓരോരുത്തരെയും സ്വാധീനിക്കുന്നതെന്നും എന്തെങ്കിലും തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. ഓർക്കുക, ശരിയായ അറിവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് അനുകൂലമാക്കാം. അപ്പോൾ ഈയൊരു വിശകലനത്തിൽ നമ്മൾ ഭരണി, രോഹിണി, മകയിരം, മൂലം, പിന്നെ ആയില്യം ഈ 5 നക്ഷത്രങ്ങളെക്കുറിച്ചാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഓരോ നക്ഷത്രക്കാർക്കും ഈ ആഴ്ച എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത്, എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തു പരിഹാരങ്ങൾ ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മളീ പറയുന്നത് ഫെബ്രുവരി 8 മുതൽ 14 വരെയുള്ള കാര്യങ്ങളാണ്. വരാൻ സാധ്യതയുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരാൻ സഹായിക്കുന്ന വളരെ ലളിതമായ പ്രാർത്ഥനകളും വഴിപാടുകളും ഓരോ നക്ഷത്രത്തിനുമൊപ്പം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യത്തെ നക്ഷത്രത്തിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഭരണി നക്ഷത്രത്തെക്കുറിച്ചാണ്. ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായും സാമ്പത്തികപരമായും നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരാഴ്ചയാണിത്. കരിയറിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു മുന്നേറ്റം ഈ ആഴ്ച സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടും നല്ല നേട്ടങ്ങളുണ്ടാകും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് നിങ്ങളുടെ ദേഷ്യമാണ്. പെട്ടെന്ന് വരുന്ന ദേഷ്യം കാരണം കയ്യിൽ വരുന്ന നല്ല അവസരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ആഴ്ച വിജയിക്കാൻ സംയമനം പാലിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ടേ? ഭരണി നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ്. നമുക്കറിയാം, ശുക്രൻ എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ഗ്രഹമാണ്. ശുക്രന്റെ ദേവതയാണ് സാക്ഷാൽ മഹാലക്ഷ്മി. അതുകൊണ്ട് തന്നെ ശുക്രന്റെ ദിവസമായ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ ഏറ്റവും നല്ലതാണ്. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് ഈ ആഴ്ച നിങ്ങൾക്കൊരു പ്രത്യേക ഐശ്വര്യം തന്നെ നൽകും. ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ലളിതമാണ് കേട്ടോ. അടുത്തുള്ള ഏതെങ്കിലുമൊരു ദേവീക്ഷേത്രത്തിൽ ഒരു നെയ്വിളക്ക് സമർപ്പിക്കുക. ഇത് കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരും. അതിനോടൊപ്പം ഓം ഹ്രീം ശ്രീം ലക്ഷ്മീഭ്യോ നമ എന്ന ഈ ശക്തമായ മന്ത്രം ദിവസവും ഒരു 18 തവണ ജപിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയെ മാറ്റി സാമ്പത്തികമായി ഉയർച്ച നൽകാൻ സഹായിക്കും. ശരി, ഇനി നമുക്ക് അടുത്ത നക്ഷത്രത്തിലേക്ക് പോകാം. രോഹിണി. ഈ ആഴ്ച രോഹിണി നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടാകും എന്ന് നോക്കാം. രോഹിണിക്കാർക്ക് ഇത് നേട്ടങ്ങളുടെയും അംഗീകാരങ്ങളുടെയും ഒരാഴ്ചയാണ്. നിങ്ങൾ പണ്ടെപ്പോഴോ നടത്തിയ ഒരു നിക്ഷേപത്തിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായ ലാഭം കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. അതുമാത്രമല്ല, സമൂഹത്തിലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുമൊക്കെ നിങ്ങളുടെ കഴിവുകൾക്ക് നല്ല അംഗീകാരം ലഭിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, കയ്യിൽ പണം വരുമ്പോൾ അനാവശ്യമായി ചെലവഴിക്കുന്നൊരു പ്രവണതയുണ്ടാവാം. അത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രോഹിണിയുടെ അധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ നമ്മുടെ മനസ്സിന്റെയും വികാരങ്ങളുടെയും ഒക്കെ കാരകനാണ്. അതുകൊണ്ട് ഈ ആഴ്ച ചിലപ്പോൾ ചെറിയ മാനസിക പിരിമുറുക്കങ്ങളോ ഉത്കണ്ഠയോ ഒക്കെ തോന്നിയേക്കാം. അതിനെ മറികടക്കാൻ ഏറ്റവും നല്ലത് ചന്ദ്രന്റെ ദേവനായ ഭഗവാൻ ശിവനെ ആരാധിക്കുന്നതാണ്. ചന്ദ്രന്റെ ദിവസമായ തിങ്കളാഴ്ച ഒരു ശിവക്ഷേത്രത്തിൽ പോകുന്നത് മനസ്സിന് നല്ല ശാന്തിയും കരുത്തും നൽകും. അപ്പോൾ ഇതിനായി എന്തു ചെയ്യാം? തിങ്കളാഴ്ചകളിൽ ശിവന് പാലും വെള്ളവും ചേർത്ത് ധാര നടത്തുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ വളരെ നല്ലതാണ്. അതിനോടൊപ്പം ഏറ്റവും ശക്തിയേറിയ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ ദിവസവും 108 തവണ ജപിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും ആത്മവിശ്വാസം കൂട്ടാനും സഹായിക്കും. അടുത്തതായി നമ്മൾ നോക്കുന്നത് മകയിരം നക്ഷത്രത്തെയാണ്. ഇവിടെ കൂടുതൽ ശ്രദ്ധ പോകുന്നത് വ്യക്തിപരമായ ആത്മവിശ്വാസത്തിനും കുടുംബത്തിലെ സമാധാനത്തിനുമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച എങ്ങനെയുണ്ടാകുമെന്ന് നോക്കാം. ഈ ആഴ്ച മകയിരം നക്ഷത്രക്കാരുടെ ആത്മവിശ്വാസം കൂടുന്നതായി കാണാം. ഇത് നിങ്ങളുടെ ജോലിയെയും ബന്ധങ്ങളെയും ഒക്കെ വളരെ പോസിറ്റീവായി സ്വാധീനിക്കും. കുടുംബത്തിലുണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങളൊക്കെ മാറി ഒരു സമാധാന അന്തരീക്ഷമുണ്ടാകും. എന്നാൽ ആരോഗ്യകാര്യത്തിൽ, പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണം. ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മിതമായ ആഹാരം ശീലിക്കുന്നത് നല്ലതാണ്. മകയിരം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ്. ഊർജത്തിന്റെയും ധൈര്യത്തിന്റെയും ഒക്കെ ഗ്രഹമാണ് ചൊവ്വ. അതുകൊണ്ടുതന്നെ ചൊവ്വയുടെ ദേവനായ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ ഒരുപാട് സഹായിക്കും. പ്രത്യേകിച്ച് ചൊവ്വയുടെ ദിവസമായ ചൊവ്വാഴ്ചകളിൽ പ്രാർത്ഥിക്കുന്നത് ഫലം ഇരട്ടിയാക്കും. ഇതിനായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ലളിതമായ ചില കാര്യങ്ങളുണ്ട്. സുബ്രഹ്മണ്യസ്വാമിക്ക് പനിനീർ അഭിഷേകം നടത്തുക, അല്ലെങ്കിൽ ചുവന്ന പൂക്കൾ കൊണ്ട് ഒരു അർച്ചന നടത്തുക. അതോടൊപ്പം ഓം വശത്പുവേ നമഃ എന്ന മന്ത്രം ദിവസവും ഒരു 21 തവണ ജപിക്കുക. ഓം ശരവണഭവ എന്ന മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ചൊവ്വയുടെ ദോഷങ്ങൾ കുറയ്ക്കാനും കുടുംബത്തിൽ ഐശ്വര്യം വരാനും ഇത് സഹായിക്കും. ഓക്കെ, ഇനി നമുക്ക് മൂലം നക്ഷത്രത്തിലേക്ക് കടക്കാം.
മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിനാധ്വാനവും അതിന്റെ ഫലവും തമ്മിൽ ഒരു നേരിട്ടുള്ള ബന്ധം കാണാൻ കഴിയുന്ന ആഴ്ചയാണിത്. മൂലം നക്ഷത്രക്കാർക്ക് ഇത് കഠിനാധ്വാനത്തിന് ഫലം കിട്ടുന്നൊരു സമയമാണ്. നിങ്ങൾ ഇത്രയും നാൾ ഒരു കാര്യത്തിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം ഈ ആഴ്ച തീർച്ചയായും ലഭിക്കും. ചിലർക്ക് സർക്കാർ തലത്തിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനും സാധ്യതയുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ധൃതി പിടിച്ചു തീരുമാനങ്ങൾ എടുക്കരുത്. ക്ഷമയോടെ ആലോചിച്ചു മാത്രം മുന്നോട്ടു പോകുക. അല്ലെങ്കിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. മൂലം നക്ഷത്രത്തിന്റെ അധിപൻ കേതുവാണ്. കേതുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റാനും ഏറ്റവും നല്ലത് വിഘ്നേശ്വരനായ ഗണപതിയെ ആരാധിക്കുന്നതാണ്. ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട കർഗമാല സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ വളരെ നല്ലതാണ്. ഇതിനായിട്ട് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമത്തത്, നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കാൻ വേണ്ടി വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുക. രണ്ടാമത്തത്, തടസ്സങ്ങൾ മാറാനായി എല്ലാ ദിവസവും ഓം ഖം ഗണപതയെ നമ എന്ന ഗണേശമന്ത്രം 27 തവണ ജപിക്കാൻ ശ്രമിക്കുക. ഇനി അവസാനമായി നമുക്ക് ആയില്യം നക്ഷത്രത്തെക്കുറിച്ച് നോക്കാം. ഈ ആഴ്ച ബുദ്ധിപരമായി നീങ്ങിയാൽ വലിയ വിജയം നേടാൻ സാധ്യതയുള്ളൊരു നക്ഷത്രമാണിത്. ആയില്യം നക്ഷത്രക്കാർക്ക് അവരുടെ ബുദ്ധി കൊണ്ടും തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ടും വിജയം കൈവരിക്കാൻ പറ്റിയ ഒരാഴ്ചയാണ്. പുതിയ കരാറുകളോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് ഡീലുകളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ സംശയ സ്വഭാവം ഒന്ന് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റുള്ളവരെ അമിതമായി സംശയിക്കുന്നത് ചിലപ്പോൾ നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ കാരണമായേക്കാം. അതുകൊണ്ട് വിശ്വസിക്കേണ്ടവരെ വിശ്വസിച്ച് മുന്നോട്ടു പോവുക. ആയില്യം നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണ്. ബുധൻ ബുദ്ധിയുടെയും ആശയവിനിമയത്തിന്റെയും ഒക്കെ ഗ്രഹമാണ്. അതോടൊപ്പം ആയില്യം ഒരു സർപ്പനക്ഷത്രം കൂടിയാണ്. അതുകൊണ്ടുതന്നെ സർപ്പദോഷങ്ങൾ കുറയ്ക്കാനും മനഃശാന്തി ലഭിക്കാനും നാഗദേവങ്ങളെ ആരാധിക്കുന്നത് വളരെ പ്രധാനമാണ്. അടുത്തുള്ള ഏതെങ്കിലും നാഗക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ നല്ല ഫലം തരും. ചെയ്യേണ്ട പരിഹാരങ്ങൾ ഇതൊക്കെയാണ്. നാഗദേവങ്ങൾക്ക് പാൽ നിവേദിക്കുകയോ അല്ലെങ്കിൽ 100 പാലും എന്ന വഴിപാട് സമർപ്പിക്കുകയോ ചെയ്യാം. അതിനോടൊപ്പം ബുധന്റെ ദേവനായ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതും നല്ലതാണ്. ബുധനാഴ്ചകളിൽ ഒരു വിഷ്ണുക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിക്ക് നല്ല തെളിച്ചം നൽകും. ദിവസവും ഓം വിഷ്ണവേ നമഃ എന്ന മന്ത്രം 51 തവണ ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും ജീവിതത്തിൽ ഐശ്വര്യവും കൊണ്ടുവരും. അപ്പോൾ നമ്മളീ പറഞ്ഞ പരിഹാരങ്ങളെല്ലാം പൂർണ്ണമായ വിശ്വാസത്തോടെയും ഭക്തിയോടെയും ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ പൊതുവായ ഫലങ്ങളാണെന്നോർക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുന്നത് കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത നൽകാൻ സഹായിക്കും. ഈ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പങ്കുവയ്ക്കുക. എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ആഴ്ച ആശംസിക്കുന്നു. അടുത്ത ആഴ്ചയിലെ ഫലങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.